സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. ഇത് കേട്ട് യഹൂദർ അവനിൽ ഇടറി. ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിയാമല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? കർത്താവ് ഒടുവിൽ പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ദിവ്യകാരുണ്യത്തെ ഇനിയും ഞാൻ കണ്ടെത്തേണ്ട സ്നേഹമായാണ് തിരുവചനം നമുക്ക് പകർന്നേകുന്നത്. ലോകത്തിൻ്റെ പ്രത്യാശയും സമാധാനവുമായി ആണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യത്തെ ഞാൻ കണ്ടെത്തുവാൻ നിന്റെ ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ് ഈ പ്രത്യാശയും സമാധാനവും. യേശുവിനെ കുറിച്ചുള്ള അസൂയയും സ്വാർത്ഥതയും ഒക്കെയാണ് ദിവ്യകാരുണ്യമായ യേശുനാഥനെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കാതെ പോയത്. ജീവന്റെ അപ്പത്തെ തിരിച്ചറിയുവാൻ അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തെ മൂടുന്ന സ്വാർത്ഥതയുടെ അസൂയയുടെ മേഘപടലങ്ങളെ നീ ഭേദിക്കേണ്ടതുണ്ട്. യേശുനാഥൻ ഈ വലിയ സത്യത്തെ, താൻ ജീവന്റെ അപ്പമാണ് എന്ന സത്യത്തെ വ്യാഖ്യാനിക്കുന്നത് ഒരു വലിയ അത്ഭുതത്തിൻ്റെ വ്യാഖ്യാനമായി തന്നെയാണ്. ജീവന്റെ അപ്പം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഒരേ അപ്പവും ഒരേ ശരീരത്തിൻ്റെയും ഭാഗഭാക്കുകൾ ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സഹോദരങ്ങളുടെ ജീവന്റെ കാരണവുമാണ്. നമ്മുടെ ജീവന്റെ കാരണമായ യേശുനാഥന് ഇതാണ് അപ്പത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അന്തസത്തയെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു തരികയാണ്. ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറയും, ആദ്യം ഞാൻ സ്വർഗത്തിൻ്റെ അപ്പമാണ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ്. രണ്ടാമത് കർത്താവ് പറയും, ഞാൻ ജീവന്റെ അപ്പമാണ്. നിന്നെ സ്വർഗത്തിൻ്റെ അപ്പമാകുവാൻ, ജീവന്റെ അപ്പമായി ഈ ഭൂമിയിൽ സമ്പൂർണമായി തന്നെ നൽകിയ യേശുനാഥനെ നീ സ്വീകരിക്കേണ്ടതുണ്ട്. ജീവന്റെ അപ്പമായി മാറുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ സ്വർഗീയ അപ്പത്തെ നീ നിന്റെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതുണ്ട്. സ്വർഗത്തിൻ്റെ അപ്പവും ജീവന്റെ അപ്പവും ഒന്നു തന്നെയാണെങ്കിലും ഈ രണ്ടു നാമങ്ങളും ഏക അപ്പത്തിൻ്റെ ഭാഗഭാക്കുകളായ നമ്മുടെ ജീവിതത്തെ ഏറെ അർത്ഥവത്താക്കുന്ന സത്യങ്ങളാണ്, നാമങ്ങളാണ്. സ്വർഗം സ്വന്തമാക്കുവാൻ നീ ജീവന്റെ അപ്പത്തെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് നിന്റെ ജീവന് വേണ്ടി ജീവൻ നൽകിയ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ത്യാഗവും ഒപ്പം ശരീരവും തന്നെയാണ്. ആ ജീവന്റെ അപ്പം നിനക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന നിത്യതയുടെ ജീവന്റെ അപ്പമാണ് എന്ന്. ഏറ്റവും ഒടുവിലായി അതുകൊണ്ട് തന്നെ കർത്താവ് പറയും, യേശുനാഥനെ അറിയുന്നവർ ദൈവത്തെ അറിയുന്നു. അതുകൊണ്ട് യേശുനാഥൻ എന്ന അപ്പത്തിലൂടെ ദൈവം എന്ന സ്നേഹത്തെ നീ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൽ നീ വളരുമ്പോൾ നീ ദൈവത്തിൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെതായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുനാഥൻ്റെ ഈ ജീവൻ്റെ സ്വർഗത്തിൻ്റെ നിത്യതയുടെ അപ്പം പിതാവായ ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മെ തീർക്കുന്നതാണെന്ന ബോധ്യത്തിൽ നമുക്ക് ദിവ്യ കാരുണ്യത്തെ സ്വന്തമാക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവന്റെ അപ്പം നീ, മർത്യന്റെ ജീവൻ നീ, ജീവന്റെ ജീവനും യേശുനാഥ. അപ്പത്തിൻ രൂപത്തിൽ സക്രാരിയിൽ വാഴും അക്ഷയ സ്നേഹം നീ ദൈവപുത്ര.
അക്ഷയ സ്നേഹം നീ ദൈവപുത്ര. ജീവന്റെ അപ്പം നീ, മർത്യന്റെ ജീവൻ നീ, ജീവന്റെ ജീവനും യേശുനാഥാ. അപ്പത്തിൻ രൂപത്തിൽ സക്രാരിയിൽ വാഴും അക്ഷയ സ്നേഹം നീ ദൈവപുത്ര. അക്ഷയ സ്നേഹം നീ ദൈവപുത്ര. നിന്നെ ദർശിക്കുവാൻ ഭക്ത്യാ വണങ്ങുവാൻ വിശ്വാസദീപ്തി ചിന്തിടേണേ. നിന്നെ ദർശിക്കുവാൻ ഭക്ത്യാ വണങ്ങുവാൻ വിശ്വാസദീപ്തി ചിന്തിടേണേ. സ്നേഹത്തിൻ ചൈതന്യം ഞങ്ങളിൽ പകരുവാൻ കനിയണേ ദിവ്യകാരുണ്യനാഥ. ജീവന്റെ അപ്പം നീ, മർത്യന്റെ ജീവൻ നീ, ജീവന്റെ ജീവനും യേശുനാഥ. ദിവ്യപ്രകാശമാം സ്വർഗീയ രാജാവിൻ പൊൻകതിർ വീശണേ. ദിവ്യപ്രകാശമാം സ്വർഗീയ രാജാനിൻ പൊൻകതിർ വീശണേ എങ്ങുമെങ്ങും. ജീവന്റെ അപ്പം നീ, മർത്യന്റെ ജീവൻ നീ, ജീവന്റെ ജീവനും യേശുനാഥ. സക്രാരിയിൽ വാഴും രാജാധിരാജാനിൻ മഹിമകൾ വാഴ്ത്തുവാൻ ശക്തി നൽകൂ. സക്രാരിയിൽ വാഴും രാജാധിരാജാനിൻ മഹിമകൾ വാഴ്ത്തുവാൻ ശക്തി നൽകൂ. സർവവും നൽകിയ സർവേശപുത്രനെ സർവം സമർപ്പിച്ചാരാധിച്ചിടാം. ജീവന്റെ അപ്പം നീ, മർത്യന്റെ ജീവൻ നീ, ജീവന്റെ ജീവനും യേശുനാഥ. അപ്പത്തിൻ രൂപത്തിൽ സക്രാരിയിൽ വാഴും അക്ഷയ സ്നേഹം നീ ദൈവപുത്ര. അക്ഷയ സ്നേഹം നീ ദൈവപുത്ര.